30 മൃതദേഹങ്ങൾ കൂടി ഗസയിലേക്ക് വന്നു. ഇസ്രായേൽ അവരുടെ കഴിഞ്ഞ കാലയളവിൽ അവർ കൊലപ്പെടുത്തിയിട്ടുള്ള 30 ഫലസ്തീനികളുടെ മൃതദേഹം ഗസയിലേക്ക് എത്തി. അവിടെ ആ മൃതദേഹം കാണുമ്പോൾ വളരെ വലിയ ക്രൂരതകൾ അവർ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഫോറൻസിക് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. അതിന് പകരമായി കഴിഞ്ഞ ദിവസം തന്നെ 3 മൃതദേഹങ്ങൾ, ബന്ദികളുടെ മൃതദേഹം ഹമാസ് കൈമാറി എന്ന് റെഡ് ക്രോസ് അറിയിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെടിനിർത്തൽ എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും വെടിനിർത്താൻ സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്, കഴിഞ്ഞ ദിവസം ഷുജാഇയ എന്ന പട്ടണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മരണത്തിന്റെ വക്കിലാണ്. ഖാൻ യൂണിസിൽ ഒരു ബിൽഡിങ്ങിന് വീണ്ടും ആക്രമണം നടത്തുകയും ബോംബിടുകയും ചെയ്തു ഇസ്രായേൽ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, മഞ്ഞവര കടന്ന്, അതായത് ഇസ്രായേലിന് വേണ്ടി ഗസയിൽ പകുത്തു നൽകിയ ഒരു ഭാഗം, അവരുടെ നിയന്ത്രണത്തിലാക്കിയ ഒരു ഭാഗം 53% വരും. ആ മഞ്ഞവര കടന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അമേരിക്ക കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇസ്രായേൽ പാലിക്കും എന്നൊക്കെയായിരുന്നു ലോകത്തിന്റെ പ്രതീക്ഷ. പക്ഷേ ആ യെല്ലോ ലൈൻ കടന്ന് അവർ വരികയാണ്, പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടത്തുകയാണ്. ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നൊക്കെയാണ് ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായം. പക്ഷേ സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാതെ ലക്ഷങ്ങൾ ഇപ്പോഴും ഗസയിൽ പലയിടത്തും അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇനിയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും, ഒരു വെടിനിർത്തൽ ചർച്ചയും അടുത്ത 6-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ എന്ന് പറയുന്നത്.